ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ഒരു കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോണത് ബാഹുബലി. നമ്മൾ കണ്ടിട്ടുള്ള സിനിമയാണ്. ഇന്ത്യൻ സിനിമയിലെ ഒരു ചരിത്ര ഭാഗമായ സിനിമയാണ് ബാഹുബലി. ഒട്ടുമിക്ക എല്ലാവരും കണ്ടിട്ടുണ്ടാവും ബാഹുബലി എന്ന സിനിമ. ബാഹുബലി ഫ്രാഞ്ചൈസി 1ഉം 2ഉം. ഈ സിനിമ ഇന്ത്യൻ സിനിമയെ തന്നെ കുലുക്കിയൊരു സിനിമയാണ്. വലിയൊരു ഹിറ്റായി മാറി. പ്രഭാസിൻ്റെ കരിയറിൽ വലിയൊരു സിനിമയും എസ് രാജമൗലിക്ക് വലിയൊരു സിനിമയുമായി മാറി സിനിമ. ലോകമെമ്പാടും ഈ സിനിമ വലിയ ശ്രദ്ധ നേടി. സൗത്ത് ഇന്ത്യയിൽ നിന്നും ഒരു സിനിമ 1000 കോടി നേടുന്നുള്ള ഒരു നേട്ടമൊക്കെ നേടിയ സിനിമയാണ് ബാഹുബലി 1ഉം 2ഉം. 1 600 കോടി, 2 ആണ് 1000 കോടി നേടിയത്. അപ്പോൾ ഈ ബാഹുബലി സിനിമ എല്ലാവർക്കും പേഴ്സണൽ ഫേവറേറ്റ് ആണ്, ഓൾ ടൈം ഫേവറേറ്റ് ആണ്. ഈ ഒരു സിനിമയെ ബേസ് ചെയ്തിട്ടാണ് എല്ലാ സിനിമകളും പറയുന്നത്. ഏത് സിനിമ വന്നാലും, ഒരു ഹിസ്റ്ററി സിനിമ വന്നാലും ബാഹുബലി പോലെ ബാഹുബലി പോലെ ബാഹുബലി പോലെ അങ്ങനെ ഒരു ട്രേഡ് മാർക്ക്, ഒരു ബ്രാൻഡ് എസ് രാജമൗലി ഈ സിനിമയ്ക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാഹുബലി എല്ലാതരം ആൾക്കാർക്കും കാണാൻ പറ്റിയ ഒരു ഹിസ്റ്റോറിക് സിനിമയാണ്. അതിൽ മേക്കിംഗ് ആയാലും തന്നെ, എടുത്തിരിക്കുന്നതായാലും തന്നെ, എഫർട്ടായാലും തന്നെ, പ്രഭാസ് ആയാലും തന്നെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സിനിമ വലിയ ഹിറ്റായി മാറിയത്. ഒരു തരംഗം തന്നെയായിരുന്നു ബാഹുബലി. ബാഹുബലി 1 കഴിഞ്ഞ് ബാഹുബലി 2ന് വേണ്ടി കാത്തിരുന്നവർ ഒരുപാട് പേരാണ്. ഈ സിനിമയിലെ എന്തായിരിക്കും ആ ഒരു സസ്പെൻസ് എന്നറിയാൻ വേണ്ടിയിട്ട് പ്രേക്ഷകർ കാത്തിരുന്ന നിമിഷങ്ങൾ, എന്താണ് ചോദ്യങ്ങൾ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരുപാട് വീഡിയോസ് ആയാലും പോസ്റ്റുകളൊക്കെ ആയാലും വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ഒരു വെഞ്ചറാണ്, ഒരു ഫ്രാഞ്ചൈസിയാണ് ബാഹുബലി 1, 2. ബാഹുബലി 2 എന്ന സിനിമ റിലീസായതിനു ശേഷമാണ് ഇതിനെ പിന്തുടർന്ന് KGF 2, യന്ത്രൻ 2 അങ്ങനെ കുറേ രണ്ടാം ഭാഗങ്ങൾ ശ്രമിക്കാൻ തുടങ്ങിയത്. അതിന് തുടക്കമിട്ടത് ഈ ബാഹുബലി സീരീസ് ആണ്. അപ്പോൾ രണ്ടാം ഭാഗം ഹിറ്റായിട്ടുള്ള സിനിമകളിൽ ബാഹുബലി ഒരു സിനിമയാണ്. അപ്പോൾ ഇതൊരു എല്ലാത്തിനും ഒരു മുന്നോടിയാണ് ബാഹുബലി എന്ന സിനിമ എല്ലാം കൊണ്ടും. അപ്പോൾ ഈ സിനിമയുടെ ഒരു റിലീസ് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ സിനിമ ഇറങ്ങിയിട്ട് ഏകദേശം 10 വർഷമായി തോന്നുന്നു. അപ്പോൾ ഈ സിനിമയുടെ ഒരു റിലീസ് അവർ പ്ലാൻ ചെയ്യുന്നത് ദ എപ്പിക് ബാഹുബലി ദ എപ്പിക് എന്നാണ് പറഞ്ഞിട്ടാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. ഒക്ടോബർ 31-നാണ് സിനിമ വീണ്ടും തിയേറ്ററുകളിൽ എത്തുന്നത്. IMAX ഫോർമാറ്റിലേക്ക് ഇറങ്ങുന്നുണ്ട്, എല്ലാവരുടെയും ഇറക്കുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നവർ തിയേറ്ററിൽ പോയി കാണാം ഒക്ടോബർ 31-ന്. ഈ സിനിമ 2 ഭാഗങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് വരുന്നതെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം എപ്പിക് ട്രെയിലർ. ഓക്കെ. Comedy works. 2 brothers, 1 throne. ഞാൻ രാജാവായാൽ നീ ആയിരിക്കും എന്റെ പടത്തലവൻ. 2 women, 1 conflict. ശരിയാണ് കേട്ടോ. വരുന്ന വിജയദശമി ദിനത്തിൽ അതേ മുഹൂർത്തത്തിൽ പൽവാൾ ദേവൻ മകിഴ്മതിയിലെ അടുത്ത രാജാവാകും. നിങ്ങൾ മകിഴ്മതിയുടെ സിംഹാസനം അലങ്കരിക്കണം. അതാണ് എന്റെ ആഗ്രഹം. 2 promises, 1 breach. ദേവസേനയിനി നിന്റെ പത്നിയാ. ഞാൻ വാക്കു തരുന്നു. ഞാൻ നിന്റേത് മാത്രമായിരിക്കും. എന്താണ് മരണം? നമ്മുടെ ധൈര്യത്തെക്കാൾ ശത്രുക്കളുടെ എണ്ണമാണ് അധികമെന്ന് വിചാരിക്കുന്നത് മരണം. ആ മരണത്തെ ജയിക്കാനുള്ള യാത്രക്കിറങ്ങുകയാണ് ഞാൻ. 2 ഭാഗമുണ്ട് അപ്പോൾ സിനിമയ്ക്കകത്ത്. ഞങ്ങളുടെ ദൈവം അമരേന്ദ്ര ബാഹുബലിയുടെ രക്തമാണ് നീ.
2 ഫിലിംസ് 1 എക്സ്പീരിയൻസ്. അതെ, അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് തന്നെ ദ എപ്പിക് SS രാജമൗലീസ് ബാഹുബലി. മൃത്യുവിനെ കീഴടക്കി. ബാഹുബലി ഈസ് ബാക്ക്. ഒക്ടോബർ 31. യെസ്, അപ്പോൾ ട്രെയിലറിൽ തന്നെ കാണുന്നുണ്ട് ബാഹുബലി 1ഉം 2ഉം കമ്പൈൻ ചെയ്തിട്ടാണ് ട്രെയിലർ വന്നിരിക്കുന്നത്. അപ്പോൾ സിനിമയും റിലീസാണ്, 2 സിനിമയും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ കാണാൻ റെഡി ആയിക്കോളൂ ഒക്ടോബർ 31. ഈ സിനിമയ്ക്കകത്തെ ബാഹുബലി ക്യാരക്ടറും അമരേന്ദ്ര ബാഹുബലി ഉണ്ട്, മഹേന്ദ്ര ബാഹുബലി ഉണ്ട്, അതുപോലെ തന്നെ പൽവാർ ദേവൻ, അങ്ങനെ കുറേ ക്യാരക്ടറുകൾ ഇതിനകത്തുണ്ട്. എല്ലാ ക്യാരക്ടറുകളും കിണ്ണം കാച്ചി ക്യാരക്ടറാണ്. ഒരു ക്യാരക്ടറും മോശമല്ലാത്ത ക്യാരക്ടർ, എല്ലാം നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ക്യാരക്ടറുകളാണ് SS രാജമൗലി നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമയിലെ ചില സീനുകളൊക്കെ നമുക്ക് ഹൈലൈറ്റ് ആയിട്ടുള്ള സീനാണ്. ബാഹുബലി 2ലാണ് എനിക്ക് ഇൻ്റർവെൽ സീനും, ബാഹുബലി ഫസ്റ്റിലും ഇൻ്റർവെൽ സീനൊക്കെ റോമാഞ്ചിഫിക്കേഷനാണ്. ആ ഒരു സീനൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ കോരിത്തരിപ്പിക്കുകയാണ്. അങ്ങനത്തെ സീനൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അതിനകത്ത് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. പിന്നെ അതിനകത്തുള്ള വാർ സീനുകളൊക്കെ തന്നെ. ഇതുപോലെ നിങ്ങൾക്ക് ഏത് സീനാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ളതൊക്കെ കമൻറ്റ് രേഖപ്പെടുത്തുക. നിങ്ങളും ഈ സിനിമ കാണാൻ പോകുന്നുണ്ടെങ്കിലും കമൻറ്റ് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ബാഹുബലി ദ എപ്പിക് റിലീസ് ഒക്ടോബർ 31 മറക്കണ്ട. ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോയി കാണുക. ഇനിയൊരു എക്സ്പീരിയൻസ് 2 സിനിമയും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരൊറ്റ ഫ്രെയിമിൽ കാണാൻ പറ്റുമെന്നുള്ള ഒരു നേട്ടം തന്നെയാണ്. കാര്യം 2 സിനിമയായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഒരു സിനിമയായിട്ട് ഈ 2ഉം കമ്പൈൻ ചെയ്തിട്ട് ഒരൊറ്റ ഫ്രെയിമിൽ നമ്മൾ ഒരു തിയേറ്ററിൽ കാണാൻ പറ്റും, ഒറ്റ ഷോയിൽ. അപ്പോൾ ആ ഒരു അവസരം നമ്മൾ കളയരുത്. പോയി കാണുക, ഞാനും പോയി കാണും. അപ്പോൾ വേറൊന്നുമില്ല ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടില്ല, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. ബൈ, ടേക്ക് കെയർ.